ഹരിദാസ് പ്രോപ്പർ ചാനൽ പ്രതിനിധിയാണ്. ശ്രീ ഹരിദാസ്, താങ്കൾക്ക് ഈ വാർത്തയെക്കുറിച്ച് ഇതിപ്പോൾ വാർത്ത ഇന്ന് രാവിലെയാണ് മീഡിയ വൺ ബ്രേക്ക് ചെയ്തത്. ഇങ്ങനെ അവിടെ സംഭവിക്കുന്നതായി താങ്കൾക്ക് അറിവുണ്ടായിരുന്നോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത്തരത്തിലൊരു ഓഫീസിലെ സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത ഒരാൾക്കാർ വർക്ക് ചെയ്യുന്ന, ഞാൻ എറണാകുളത്താണ്, തിരൂരങ്ങാടിയിലത്തെ ഒരു RTOന്റെ സബ് ഓഫീസിൽ ഇങ്ങനെ ഒരാൾ വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ അറിയുന്നു എന്നുള്ളതിനേക്കാൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം വ്യവസ്ഥിതികളുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ട്രഷറിയിലെ 2 കോടി പൈസ എടുത്തിട്ട് ഒരാൾ ചീട്ട് കളിച്ച വാർത്ത പുറത്തു വന്നു. അതുമാതിരി തന്നെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന്റെ ഫണ്ട് മുഴുവൻ വ്യക്തിപരമായിട്ട് എറണാകുളം ജില്ലാ കളക്ടറേറ്റിലെ ഒരു ക്ലർക്ക് തനിക്ക് വേണ്ടപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്കും മാറ്റിയതായിട്ടുള്ള വാർത്ത നമ്മൾ അറിഞ്ഞു. ഒരു വില്ലേജ് ഓഫീസിലെ കേവലം ഒരു ഫീൽഡ് ഓഫീസർ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയിട്ട് വീട്ടിൽ അട്ടിട്ട് വെച്ചിട്ടുള്ള വാർത്ത നമ്മൾ അറിഞ്ഞു. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഒരു സർക്കാർ ഓഫീസിലെ ഏജന്റുമാരും മറ്റുള്ളവരും ചേർന്ന് ശമ്പളം കൊടുത്തിട്ട് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറമേ നിന്നുള്ള ഒരു ബാഹ്യശക്തിയെ കൊണ്ടുവന്നിട്ട് ഒരു RTO ഓഫീസിൽ നിയമിക്കുന്ന വിധത്തിൽ നമ്മളുടെ നിയമ സംവിധാനം തകർന്നുപോയി അല്ലെങ്കിൽ തളർന്നുപോയി എന്നുള്ളത് അങ്ങേയറ്റം ജനങ്ങളെ അങ്ങേയറ്റം ചിന്തിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ പോക്ക് വളരെയധികം അപകടകരമായ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. പ്രബുദ്ധ കേരളം, സാക്ഷര കേരളം, കേരളത്തിൽ ജനങ്ങളെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. കേരളീയരെല്ലാ ചന്ദ്രനിൽ പോയാലും കേരളീയരുണ്ട് എന്ന് അഭിമാനിക്കുന്ന മലയാളിയുടെ നാട്ടിലെ എന്തൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരു 10 വർഷത്തോളം ഒരാൾക്ക് ജോലി ചെയ്യാൻ കഴിയും? ഒരു പരാതി, ഒരു അന്വേഷണമോ ഒന്നും ഉണ്ടാകാനിടയില്ലേ? ഒരു നടപടിയും എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? നോക്കൂ, ഇനി നിങ്ങൾ ഇതിന്റെ ഒരു ഫോളോ അപ്പിൽ പിടിച്ചു കഴിഞ്ഞ് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഭരണകക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ 1ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ PSC പരീക്ഷയിലെ ഒരു ക്രിമിനല് പരീക്ഷ അതായത് പരീക്ഷയിൽ എല്ലാറ്റിലും തോറ്റ ഒരു വിദ്യാർത്ഥി, രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, ഇന്ന് നമ്മുടെ പോലീസ് സേനയിലെ ഒരു സാധാരണ പോലീസുകാരന് ഒരുപക്ഷെ ഈ പാർട്ടിയുടെ സ്വാധീനം കൊണ്ട് സബ് ഇൻസ്പെക്ടർ ആവേണ്ട അവസ്ഥയിലേക്ക് പോയൊരു കാലഘട്ടമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് നാളെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് ഈ വാർത്തയുടെ പുറകിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭരണകക്ഷിയുടെ ആരുടെയെങ്കിലും ഒക്കെ ഒത്താശയോട് കൂടിയിട്ടാണ് ഇയാളെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നുള്ളത് തെളിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 10 വർഷം പോയിട്ട് 10 ദിവസം സർക്കാർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇല്ലാത്ത സർക്കാർ ഓഫീസിൽ ഒരാൾക്ക് ജോലി ചെയ്യാൻ സാധ്യമാവില്ല. അപ്പൊ അവിടുത്തെ RTO, അതായത് ഇത്തരത്തിലുള്ള RTO ഓഫീസുകളിലൊക്കെ RTO തസ്തികയിൽ ഇരിക്കുന്ന വ്യക്തി, അവിടുന്ന് താഴത്തുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാര്, ആ ഓഫീസിലെ സൂപ്രണ്ടുമാര്, അവരൊന്നും ഇതറിയാതെ ഇത്തരത്തിലുള്ള ഒരു നിയമനം നടക്കില്ല. അത് ഇത്തരത്തിലുള്ള ഒരു കള്ളക്കളി അവിടെ നടക്കില്ല. ആ കള്ളക്കളി നടന്നിട്ടുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയക്കാരുടെ ഒത്താശയും പിന്തുണയും അവിടെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും